നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്വല്പം ഗൗരവമേറിയതാണ്. നിങ്ങൾക്ക് നക്ഷത്രപ്രകാരം നിങ്ങളുടെ നല്ല സമയമാണെങ്കിൽ പല യോഗങ്ങളും നിങ്ങൾക്ക് അനുഭവയോഗ്യം ആവേണ്ടതാണ്. പക്ഷേ അത് ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. എന്നും കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. ചില സമയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈശ്വരന്മാരോട് വളരെ ദേഷ്യവും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്നോർത്ത് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിങ്ങൾ അതിൽപ്പെട്ട ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ലഭിക്കുന്നില്ലെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ മതിയാവുന്നതാണ്. ഇത് വലിയ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ്. ജ്യോതിഷപ്രകാരം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഇവ നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില സ്വഭാവ രീതികൾ ഇവയുടെ സ്വാധീനം ശക്തിപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ദുർബലപ്പെടുകയാണ് എങ്കിൽ എത്ര വലിയ ഭാഗ്യം നമ്മൾക്കുണ്ട് എങ്കിലും അത് നമ്മൾക്ക് വേണ്ട രീതിയിൽ അനുഭവയോഗ്യമാവാതെ പോവുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇത് ശക്തമായ നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ എത്ര മോശം സമയമാണെങ്കിലും ദുരിതങ്ങൾ വളരെ ചുരുക്കമായി മാത്രം വരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. പണം മുടക്കി യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ നടത്തുന്നതിലും 1000 ഇരട്ടി ഫലം ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിങ്ങൾക്ക് സ്വാധീനമാകുന്ന രീതിയിൽ ശക്തമാക്കി വയ്ക്കേണ്ടതുണ്ട്. അതിന് ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ആദ്യം നമുക്ക് സ്വാധീനമായി വരേണ്ടത് സൂര്യഭഗവാനാണ്. ആത്മവിശ്വാസത്തിന്റെയും നേതൃത്വത്തിന്റെയും കാരകനാണ് സൂര്യൻ നൽകുന്ന സത്ഫലങ്ങൾ ഇല്ലാതാവാൻ അല്ലെങ്കിൽ ദുർബലപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുകയും അഹങ്കാരം, പുച്ഛം, ധാർഷ്ട്യം ഇവയിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങളുണ്ട് എങ്കിൽ അതിനെ വരുതിയിൽ നിർത്തി പ്രവർത്തിക്കുക. ഉപകാരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാതെ നന്ദിപൂർവ്വം സ്മരിക്കാൻ ശ്രമിക്കുക. വിനയവും എളിമയും ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സൂര്യന്റെ സ്വാധീനം നിങ്ങളിൽ ശക്തിപ്പെടുന്നതാണ്. അടുത്തായിട്ട് സ്വാധീനം ശക്തിപ്പെടുത്തേണ്ട ഒരു ശക്തി എന്ന് പറയുന്നത് ചന്ദ്രനാണ്. നമ്മളുടെ വികാരങ്ങളും മനസമാധാനവും ഉൾപ്രേരണകളും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ബന്ധങ്ങൾക്ക് വില നൽകാതിരിക്കുകയും നിങ്ങളുടെ വികാരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയും ഉൾപ്രേരണകളെ വിശകലനം ചെയ്യാതെ വിട്ടുകളയുകയും ചെയ്യുന്നത് ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളിൽ കുറയ്ക്കുന്നതാണ്. ചില ആളുകൾ സ്വന്തം വികാരങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അമിതമായിട്ട് അധ്വാനിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരാണ്. ഇത് ഇവരെ കൂടുതൽ ദരിദ്രനാക്കുവാനേ സഹായിക്കുകയുള്ളൂ. സ്വന്തം കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും സമയം കണ്ടെത്തുകയും അത് നിർവഹിക്കുന്നതിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക. വളരെ വേണ്ടപ്പെട്ടവരുടെ ബന്ധം ദൃഢമാക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇതിലൂടെ ചന്ദ്രന്റെ അനുഗ്രഹം വേണ്ടുവോളം നിങ്ങൾക്ക് നേടാവുന്നതാണ്. നിങ്ങൾ ചൊവ്വയുടെ സ്വാധീനം ബലപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആഗ്രഹങ്ങളുടെയും നിങ്ങളുടെ ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും ഒക്കെ കാരകനാണ് ചൊവ്വ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദേഷ്യവും അക്ഷമയും തിടുക്കവും എല്ലാമുള്ള ഒരു ആളാണെങ്കിൽ ചൊവ്വയുടെ ശക്തി നിങ്ങളിൽ ക്ഷയിക്കുന്നതാണ്. നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ദോഷമായി വരുന്ന കാര്യങ്ങൾ ചെയ്താലും ചൊവ്വയുടെ ശക്തി നിങ്ങളിൽ കുറയുന്നതാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയുക. അച്ചടക്കത്തോടെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതും എന്തിനും ഒരു നിശ്ചയദാർഢ്യം കാണിക്കുന്നതും വളരെ നന്നായി ആശയവിനിമയം നടത്തുന്നതിലൂടെയും നിങ്ങൾക്ക് ചൊവ്വയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതാണ്. അടുത്തായിട്ട് ശക്തിപ്പെടുത്തേണ്ടത് ബുധനെയാണ്. ബുദ്ധിയുടെ കാരകനാണ് ബുധൻ. നുണ പറയുക, പരദൂഷണം, ചിന്തകളെ കൃത്യമായി അപഗ്രഥിക്കാതിരിക്കുക, ഇതെല്ലാം ബുധന്റെ ഊർജം നമ്മളിലേക്ക് എത്തുന്നതിന് തടസ്സമാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി ഒരു അറിവ് നേടാനുള്ള അവസരം വന്നാൽ അത് വിനിയോഗിക്കാതിരുന്നാൽ ബുധന്റെ ഊർജം കുറയുന്നതാണ്. കൂടുതൽ അറിവ് നേടുകയും സത്യസന്ധത ശീലിക്കുകയും ചെയ്യുക. വളരെ നല്ല ആശയവിനിമയം നടത്തുന്നതിലൂടെ ബുധനിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാം. വിവേകത്തിന്റെയും സമൃദ്ധിയുടെയും ആത്മീയതയുടെയും കാരകനാണ് വ്യാഴം എന്ന് പറയുന്നത്. ഈ വ്യാഴം നിങ്ങളിൽ സ്വാധീനം കുറയ്ക്കുന്നതിനുള്ള കാരണം അത്യാഗ്രഹം, ധൂർത്ത്, ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആസക്തി, ധനം മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെയാണ് നിങ്ങളെ വ്യാഴം പരിഗണിക്കാതെ പോകുന്നതിനുള്ള കാരണങ്ങൾ. കുറുക്കുവഴികൾ ഉപേക്ഷിക്കുക. കരുണ, ദയ ശീലമാക്കുക. ആത്മീയതയ്ക്ക് സമയം കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ വ്യാഴത്തിന്റെ സ്വാധീനം നിങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ്. അടുത്തായിട്ട് ശുക്രനെ ബലപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രണയം, സൗന്ദര്യം, ഐക്യം എന്നിവയുടെയൊക്കെ കാരകനാണ് ശുക്രൻ.
ശുക്രന്റെ ശക്തി നിങ്ങളിൽ ക്ഷയിപ്പിക്കാൻ കാരണമാകുന്നത് സന്തോഷത്തിൽ അമിതമായിട്ട് ആനന്ദിക്കുന്നത്, ബന്ധുക്കളെ അവഗണിക്കുന്നത്, കലാശേഷി ഉപയോഗപ്പെടുത്താതിരിക്കുന്നത്, നിങ്ങളുടെ ഭാവനയെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത്, ഇവയൊക്കെയാണ് ശുക്രന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാതെ പോകാനുള്ള കാരണം. ആഘോഷങ്ങളൊക്കെ മിതമായി ആഘോഷിക്കുക, സ്നേഹബന്ധത്തിനും നല്ല സൗഹൃദങ്ങൾക്കും സമയം കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശുക്രന്റെ അനുഗ്രഹം ഉണ്ടാവും. ഇതിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം മേൽപ്പറഞ്ഞതിൽ. അടുത്തായിട്ട് ശനിയെ നമ്മൾ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അച്ചടക്കത്തിന്റെയും നമ്മുടെ കർമ്മത്തിന്റെയും ഗ്രഹമാണ് ശനി. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുമ്പോഴും നിങ്ങൾ അലസനാകുമ്പോഴും നിങ്ങളുടെ ശനി ദുർബലമാകുന്നുണ്ട്. ശനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് പാഠങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കാതിരിക്കുകയാണ്. കഠിനാധ്വാനം, ക്ഷമ, സ്ഥിരോത്സാഹം തുടങ്ങിയവ ശനിയെ ബലപ്പെടുത്തും. ശനി ദുർബലപ്പെട്ടാൽ നമ്മളുടെ ജീവിതം വളരെയധികം ദുരിതക്കയത്തിലേക്കും എന്നാൽ ശക്തിപ്പെട്ടാൽ വലിയ സമ്പന്നതയിലേക്കുമാണ് നമ്മൾ എത്തിച്ചേരുക എന്ന കാര്യം മറക്കരുത്. ആഗ്രഹങ്ങളുടെയും വിഭ്രമങ്ങളുടെയും ഒക്കെ കാരകനാണ് രാഹു. കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതും ദുരുദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും രാഹുവിന്റെ ദോഷം നമ്മൾക്ക് ക്ഷണിച്ചു വരുത്തും. സൽസ്വഭാവിയായിരുന്നു കഴിഞ്ഞാൽ തന്നെ രാഹു നിങ്ങളിൽ ശക്തിപ്പെടുന്നതാണ്. അടുത്തായിട്ട് കേതുവാണ്. വിരക്തിയുടെയും ആത്മീയതയുടെയും പ്രതീകമാണ് കേതു. കേതുവിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആത്മീയതയെ അവഗണിക്കുകയും ദൈവഭയം ഇല്ലാതാകുകയും ചെയ്യുമ്പോഴാണ്. കൂടാതെ സ്വയം വിലയിരുത്താതിരിക്കുകയാണെങ്കിലും കേതുവിന്റെ ശക്തി നിങ്ങളിൽ ക്ഷയിക്കുന്നതാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്വഭാവമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. അവസാനമായി നിങ്ങളുടെ നക്ഷത്രത്തെ പ്രീതിപ്പെടുത്തണം. ചിലർ പറയുന്നത് കേൾക്കാം, ഈ നശിച്ച നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി എന്ന്. ഒരിക്കലുമല്ല. മേൽപ്പറഞ്ഞ ചില സ്വഭാവ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും ആയതുകൊണ്ട് തന്നെ ചില ഗ്രഹങ്ങളുടെയോ നക്ഷത്രങ്ങളുടെയോ സ്വാധീനക്കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും തന്മൂലം പല ഫലങ്ങളും വേണ്ട രീതിയിൽ അനുഭവയോഗ്യമാവാതെ വരികയും ചെയ്യുന്നത് കൊണ്ടാണത്. കൂടാതെ നക്ഷത്രങ്ങളെ കുറ്റം പറഞ്ഞാൽ ആ നക്ഷത്രങ്ങളുടെ സ്വാധീനം നിങ്ങളിൽ കുറയും. തന്മൂലം മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്വാധീനവും നിങ്ങളിൽ സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ ജീവിതം വളരെയധികം ദുരിതപൂർണമാവും. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറുന്നതാണ്. ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കരകയറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നു മുതൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ അനുഭവിച്ച് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.